അത് കൊള്ളാം. അത് എന്തായാലും ഭാര്യ ഇന്നലെ കൂടെ പറഞ്ഞേ ഉള്ളൂ വീട്ടിൽ സാധനം തീർന്നിരിക്കുകയാണ് വാങ്ങിക്കണമെന്ന്. ഫ്രീ ആയിട്ട് ഇട്ടോന്ന് വിചാരിച്ചില്ല. അല്ല ഇത് മറ്റേ സാധനമല്ല, നമ്മൾ പാമ്പുകൾ സാധാരണ പാമ്പേഴ്സാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ബ്രാൻഡ് കേട്ടിട്ടുണ്ട്, നല്ല അഭിപ്രായം തന്നെ പൊതുവിൽ. എന്റെ പൊന്ന് സഹോദരൻ രാവിലെ പ്രാന്തെടുപ്പിക്കാതെ ഇഴഞ്ഞു പോയാണ് എങ്ങോട്ടെങ്കിലും. ഇത് മറ്റേ ഇതല്ലേ കൊച്ചുള്ള അപ്പ ഇടുന്നത്. എടോ അത് ഹഗ്ഗീസ്, ഇത് ഹഗ്സ്, കെട്ടിപ്പിടുത്തം, ഫ്രീ കെട്ടിപ്പിടുത്തമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫ്രീ ഹക്സ് ആണെങ്കിൽ വേണ്ട, ഫ്രീ പപ്സ് ആയിരുന്നെങ്കിൽ തിന്നായിരുന്നു ഞാൻ. നിനക്ക് ഞാൻ രാവിലെ എണീച്ച് പപ്സ് പൊരിച്ചു തരാം നിനക്ക്. പിന്നെ അല്ല, നീ എന്തൊരു തോന്നിയ ദിവസം പറയുന്നത്, നിന്റെ വലിയ മുള്ളും വെച്ച് ഒന്ന് ആരും വന്ന് കെട്ടിപ്പിടിക്കും, അവന്റെ ഒക്കെ കുടലുമാല പുറത്ത് വരൂല്ലേ? അയ്യോ ഇത് അങ്ങനെ പൊത്തങ്ങ് കയറൂല, ഇതിനൊരു നാക്കുണ്ട്. വാ കാണിച്ചു തരാം ഞാൻ. ഇല്ല വേണ്ട വേണ്ട, എനിക്ക് എത്തി ധൃതി കൊണ്ട് പോയിട്ട് ഞാൻ തിരിച്ച് വരുമ്പോ പറ്റുമെങ്കിൽ നോക്കാം. എവിടെ പോണത് രാവിലെ? എടാ കണക്കും പ്രകാരം എൻ്റെ തൊലി ഉരിക്കാൻ സമയമായി, അത് നേരെ ഉരിഞ്ഞ് വരുന്നതുമില്ല. അപ്പോൾ ഞാൻ നമ്മളെ ജാഫർ ജിറാഫില്ലേ, അവൻ്റെ സലൂൺ വരെ ഒന്ന് പോകണം, എന്തെങ്കിലും ചെറിയ ട്രീറ്റ്മെന്റ് എടുത്താൽ മതിയല്ലേ? എടാ നിനക്ക് തലയ്ക്ക് ഓളോ? സ്കിൻ ഡിസീസിനൊക്കെ ജാഫർ ജിറാഫിന്റെ കടയിലൊക്കെയാണോ പോണത്? എടാ വല്ല ഡെർമറ്റോളജിനെ കൊണ്ട് കാണിയടാ. ഇല്ല അതിന്റെ കാര്യമൊന്നുമില്ല, ജാഫർ ജിറാഫ് നോക്കിയോളാം, വിഷയമില്ല. എടാ ഇത് വേറെ വല്ല അസുഖം കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ ഒരു ഡോക്ടറിനല്ലേ കണ്ടുപിടിക്കാൻ പറ്റൂ. ഈ ജാഫർ ജിറാഫിനൊക്കെ എന്തോന്ന് ക്വാളിഫിക്കേഷൻ? ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്, കളിക്കല്ലേ നീ. അത് പറയും പോലെ ശരിയും തന്നെ. അല്ലെങ്കിൽ ഈ ജാഫർ ജിറാഫിന്റെ അടുത്തൊക്കെ വല്ലതും പറയണമെങ്കിൽ ഞാൻ എൻ്റെ തൊണ്ട പൊട്ടി അലറണം, കഴുത്തൊന്നും ചെറുതായിട്ട് പോലും കുനിക്കൂല അവൻ. അതല്ലേ നീ പോയിട്ട് പെട്ടെന്ന് നമുക്ക്. ഓക്കെ ഞാൻ പോയിട്ട് വരാം. വരണേ, പറ്റിക്കല്ലേ.